ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ സ്വന്തം ഇടവക പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ തവണയും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്നത് തലയോലപ്പറമ്പ് സെൻറ്റ് ജോർജ് ചർച്ചാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ്. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തിനടുത്ത് തന്നെയാണ് കേട്ടോ തലയോലപ്പറമ്പ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും പെരുന്നാളാണ് ഈ ജനുവരി മാസത്തിൽ ആഘോഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇടവകയിലെ പ്രധാന പെരുന്നാളും. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആഘോഷത്തോടു കൂടിയും കേട്ടോ ഈ പെരുന്നാൾ നടത്തുന്നത്. കണ്ടില്ലേ, തലയോലപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഇതൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു ഫൊറോന ചർച്ചിൻ്റെ അത്രയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ദുർമീസ്യ മാതാവിൻ്റെ രൂപമുള്ള പള്ളിയാണ് തലയോലപ്പറമ്പ്. ദുർമീസ്യ മാതാവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉറങ്ങുന്ന മാതാവാണ് കേട്ടോ. ആ മാതാവിൻ്റെ വലിയൊരു രൂപം തന്നെ നമ്മുടെ പള്ളിയുടെ അകത്തുണ്ട്. പിന്നെ ഈ പള്ളിയുടെ രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയോ? കാരണം മിനാരമുള്ളൊരു ചർച്ച് അധികം ക്രിസ്ത്യൻ പള്ളികളിൽ കാണാറില്ല. അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് പിന്നെ പറയാം. പെരുന്നാൾ പ്രമാണിച്ച് കസിൻസ് എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും ഇല്ല കേട്ടോ, ഇനി ഇല്ലാത്തവർ പരിഭവം പറയും. കാരണം 2-3 പേര് സ്ഥലത്തില്ല, അപ്പോൾ അവരുടെ മിസ്സിങ് ഉണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രദക്ഷിണത്തിന് ഇറങ്ങാനുള്ള ടൈമായി. പ്രദക്ഷിണത്തിന് പോവുകയാണ്. സാധാരണ പെരുന്നാൾ ദിവസം പള്ളിക്കകത്തിരിക്കാറില്ല, പുറത്ത് തന്നെയായിരിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെയാണോ അറിയില്ല, ഞങ്ങളങ്ങനെയായിരുന്നു കേട്ടോ. പ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാദ്യമേളങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതുകൂടാതെ പ്രദക്ഷിണ വീതി അലങ്കാര മത്സരം, ടാബ്ലോ, അങ്ങനെ കുറച്ച് നേരം മത്സരങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം. ഇതേ പ്രദക്ഷിണം തുടങ്ങി. കണ്ടോ, വഴി എല്ലാവരും അലങ്കരിച്ചിട്ടുണ്ട്. ഇത് മത്സരമായിട്ടാണ് കേട്ടോ. ഒരു ചെറിയ പ്രൈസുകളും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും ചെസ് നമ്പരും ഒക്കെ കാണാം. മോൾ ഇന്ന് കുറച്ച് കൂടുതൽ ദൂരം നടന്നു കേട്ടോ. വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല. എടുത്ത് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടല്ലേ. ഇത്തവണ എന്തായാലും കൊച്ചു നല്ല സഹകരണത്തിലായിരുന്നു. എല്ലാ തവണയും ചെണ്ടോട്ട് കേട്ട് കരയുന്ന ആളെ ഇത്തവണ ഡാൻസൊക്കെ കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞാളുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കുട്ടിയാളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അതിൽ തയ്ക്കാനുള്ളതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചതാട്ടോ. കാണാൻ ഒരു ഡ്രസ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ. അടുത്തത് വാദ്യമേളങ്ങളുടെ പ്രോഗ്രാമാണ്.
അത് നാസിക് ഡോളുകാരാട്ടോ കൂടുതൽ തറുത്തതായിട്ട് തോന്നിയത്. പിന്നെ പെരുന്നാളിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടകൾ നിറങ്ങുകയാണല്ലോ. കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ വന്നിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കടകൾ കുറവായിട്ടാണ് തോന്നിയത്. എന്നാലും പറ്റുന്ന രീതിയിൽ കൊച്ചിനെ ഒരു ചെറിയ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുൽക്കി സർബത്തിൻ്റെ കടയുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങളെല്ലാവരും ഓരോരോ ഫ്ലേവറുകൾ ടേസ്റ്റ് ചെയ്തു. ഞാൻ മിൻറ്റാണ് വാങ്ങിയെങ്കിലും ബാക്കി അവർ വാങ്ങിയതിലുമൊക്കെ ഞാനൊന്ന് കൈവച്ച് നോക്കി കേട്ടോ. പ്രദക്ഷിണം കഴിഞ്ഞ് വിഷമിച്ചിരുന്നതുകൊണ്ടാണോ എന്തോ, എന്തായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് അനിയത്തിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് യുകെയിലാണ്, എന്നാലും വിളിച്ചിട്ട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് മുറിച്ചു. അവൾ ആൻറ്റീന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്തു കേട്ടോ, എൻ്റെ അമ്മച്ചി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഈ സ്ലീപ്പ് ഓവർ എന്നൊക്കെ ഇന്ന് പറയണ പോലെ അതുപോലെ ഞങ്ങൾ നിരന്ന് പിടിച്ച് കിടന്നുറങ്ങിയിട്ട് കുറേ കഥകളും നുണക്കഥകളും കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ് അതൊരു സുഖം തന്നെയല്ലേ. ഇതായിരുന്നു കേട്ടോ ഫുഡ്. ഇതൊരു സെക്ഷനേ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നല്ല ഡീസൻ്റായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.